ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എന്താണ് സമന്വയിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സമന്വയിപ്പിക്കാനായിട്ട് നമ്മൾ ഇടത്ത് വശത്ത് മുകളിൽ 3 വര കാണാം, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് മൂന്നാമതായി കിടക്കുന്ന സമന്വയിപ്പിക്കുക എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വാർഡിൽ 2 പേരാണ് ഇറങ്ങുന്നതെങ്കിൽ ഒരാൾ ചെയ്ത ഡീറ്റെയിൽസ് മറ്റേ വ്യക്തിയുടെ ഫോണിലേക്കും കൂടെ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ആകാനായിട്ടാണ് നമ്മളിങ്ങനെ സമന്വയിപ്പിക്കുക എന്നുള്ളത് ചെയ്യുന്നത്. എല്ലാ ദിവസവും വാർഡിൽ ഇറങ്ങിയതിന് ശേഷം ഇത് സമന്വയിപ്പിക്കുക, എന്നാലേ ജസ്റ്റ് നമുക്കതൊന്ന് അപ്ഡേറ്റ് ആയി കിട്ടത്തുള്ളൂ. മൂന്നാമത് കിടക്കുന്ന ഓപ്ഷൻ താഴോട്ടൊരു ആരോ, മൂന്നാമത് കിടക്കുന്ന സമന്വയിപ്പിക്കുക എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കിട്ടും, വാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ആരോ ഡബിൾ ആരോ പോലെ ഒരു വട്ടത്തിൽ ഡബിൾ ആരോ കാണാമല്ലോ, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. കസ്റ്റമർ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ, ഡിമാൻഡ്, ഈ 3 കാര്യങ്ങളും 100% ആയതിനു ശേഷം താഴെ ശരി എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സമന്വയം കഴിയും. അതിനുശേഷം മുകളിൽ പുറകോട്ടുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിലത്തെ 3 വരയിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. 4ാമത്തെ ഓപ്ഷനായ സമന്വയ കോൺഫിഗറേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സമന്വയം ആരംഭിച്ചു എന്ന് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സമന്വയം പൂർത്തിയായി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അടുത്ത് അവസാനത്ത് നിന്ന് 3ാമത് നോക്കുമ്പോൾ സമന്വയിപ്പിക്കാത്ത ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പം സമന്വയിപ്പിച്ചത് കൊണ്ടാണ് ഇവിടെ കാണാത്തത്. ഇവിടെ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ വന്ന് കിടക്കും. അപ്പോൾ അത് നമ്മൾ താഴെ ഒരു മഞ്ഞ വട്ടം പോലത്തെ ആരോ കാണാം, അതിൽ ക്ലിക്ക് ചെയ്താൽ സമന്വയിപ്പിക്കാത്ത ഡാറ്റയും നമുക്ക് സമന്വയിപ്പിക്കാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അതിനുശേഷം മുകളിൽ പുറകോട്ടുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുക.